മരണമാസ് ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്. എന്തിനാടാ മക്കളെ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തത്? നമ്മളോട് എന്തിനിത് ചെയ്തു എന്ന് എനിക്ക് അവരോട് ചോദിക്കാൻ തോന്നും മരണമാസ് കണ്ടതിന് ശേഷം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, മരണമാസ് കണ്ടിട്ട് തിയേറ്ററിൽ അത്യാവശ്യം ക്രൗഡ് പുള്ളിങ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം നൈറ്റിലെ ഷോയാണ് നമ്മൾ കണ്ടത്. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ചിരിച്ച് മറയായിരുന്നു. നമ്മളും അത്യാവശ്യം കുറച്ച് സീൻസൊക്കെ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു, എൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് പറയാം. അതിന് മുമ്പ് സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. ഡയറക്റ്റഡ് ബൈ ശിവപ്രസാദ്, സ്ക്രീൻ പ്ലേ സിജു സണ്ണി, ശിവപ്രസാദ്, സ്റ്റോറി സിജു സണ്ണിയാണ്, പ്രൊഡ്യൂസ്ഡ് ബൈ ടോവിനോ തോമസ്, റാഫേൽ ടിങ്സ്റ്റൺ തോമസ്, തൻസീർ സലാം, സ്റ്റാറിംഗ് ബേസിൽ ജോസഫ്, രാജേഷ് മാധവൻ, സിജു സണ്ണി, ബാബു ആന്റണി, അനിഷ അനിൽകുമാർ ആൻഡ് സുരേഷ് കൃഷ്ണ. സിനിമ ഓട്ടോഗ്രാഫി നീരജ് രവി. എഡിറ്റഡ് ബൈ ചാമൻ ചാക്കോ. മ്യൂസിക് ബൈ JK. പ്രൊഡക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 10 തീയതി ഏപ്രിൽ 2025 നമ്മൾ ഈ പടം റിലീസ് ചെയ്തത്. നമ്മളല്ല, അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. പിന്നെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് 141 മിനിറ്റ്സ് ആണ്. മലയാളത്തിലാണ് പടം റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പടം ഒരു ഡാർക്ക് ഹ്യൂമർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഇതിൽ അഭിനയിച്ച എല്ലാവരും നല്ല രീതിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ പടം എന്ന് പറയുന്നത് ഒരു കോമഡി, ബ്ലാക്ക് കോമഡി ത്രില്ലർ പോലെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഈ പടം എനിക്ക് വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഞാൻ ഇതിൻ്റെ ആയിട്ട് അവസാനം പറയാം. പടത്തിലേക്ക് വരുമ്പോൾ ബേസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നാട്ടിൻ പുറത്ത് സോഷ്യൽ മീഡിയയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടുകാരെ സഹായിക്കുന്നു, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിച്ച് അവരുടെ ശല്യം സഹിക്കാൻ പറ്റാതെ നാട് കടത്താൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ഒരു മുതൽ. അവൻ്റെ ഒരു കാമുകിയുണ്ട്. ആ കാമുകി എന്താ പറയുക, കുറച്ച് ജിംനാസ്റ്റിക്കും അതേപോലെ തന്നെ ബോക്സിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാമുകി. സുരേഷ് കൃഷ്ണ അവർ നാട്ടിലുള്ള ബസ് ഡ്രൈവർ, കല്യാണമൊന്നും നടക്കാതെ 22 പെണ്ണ് കണ്ട് ലേറ്റ് മാരേജ് ആയി നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഇതോ കല്യാണം കഴിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒരു സൈക്കോ ക്യാരക്ടർ സിജോ സണ്ണിയാണോ രാമാധവനായിട്ട് വരുന്ന അവനുണ്ട്. അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ എന്താ പറയുന്ന, അവനാണ് വില്ലൻ എന്നുള്ളത് ആദ്യമേ റിവീൽ ചെയ്യുന്നു. എന്തിനാണ് അവൻ ഈ കൊലകൾ ചെയ്യപ്പെടുന്ന ഒരു സീരിയൽ കില്ലർ ആയി ഇതിനകത്ത് വരുന്നത്, അവൻ എന്തുകൊണ്ട് സീരിയൽ കില്ലർ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓപ്പണായിട്ട് റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറെ ക്യാരക്ടറാണ് സിജു സണ്ണി. ഓക്കെ, ഫൈനാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നോ പ്രോബ്ലം. പിന്നെ നമുക്ക് പറയാനുള്ളത് സുരേഷ് കൃഷ്ണ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണയുടെ ഓരോ ഡയലോഗിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ എൻജോയ് ചെയ്തു. ഈ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആദ്യം തോന്നിയത്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കുറേ റീൽസിൻ്റെ എന്താ പറയുക, പൂഫ് അത് സംഭവം എടുത്തു വെച്ച് കണക്ട് ചെയ്ത് ഒരു സ്റ്റോറിയിലേക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ടോവിനോ തോമസും ബേസിൽ ജോസഫും നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ഭൂരിഭാഗം ജനങ്ങളും എൻ്റർടൈൻഡ് ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് സുഖിച്ചില്ല പടം. സത്യസന്ധമായിട്ട് പറയാം എന്നുള്ളതാണ് നമ്മുടെ കാര്യം. എനിക്കെന്തോ സുഖിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും റീൽസ് കാണുകയും ഈ എല്ലാ കണ്ടിട്ടുള്ള കാര്യങ്ങളും പല റീൽസിൽ കണക്ട് ആവുകയും ചെയ്യുന്നു. ഓഫ് കോഴ്സ് ചിരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പടത്തിലെ ഒരു 20 മിനിറ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഭയങ്കര അപാകതകളുള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. വെറുതെ ഒരു സിനിമ പോയി കാണാൻ, നിങ്ങൾ ഒരു സിനിമ സീരിയസ് ആയിട്ട് പോയി കാണാമെന്നുള്ള ആൾക്കാരൊന്നും കാണണ്ട. വെറുതെ പോയി എൻജോയ് ചെയ്ത് വരിക എന്നുണ്ടെങ്കിൽ ഈ സിനിമ പോയി കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ വാരാന്ത്യത്തിൽ ഇറങ്ങിയ ബസൂക്ക, മരണമാസ്, അതേപോലെ തന്നെ ജിംഖാന, ഇത് 3 പടം കണ്ടപ്പോഴും എനിക്ക് അതിനകത്ത് കുറച്ച് സ്റ്റോറി പരമായിട്ട് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് ബസൂക്കയും, മേക്കിംഗ് പരമായിട്ട് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്നത് ജിംഖാനയും, കോമഡി പരമായിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊന്നും ഇല്ലാതെ നിൽക്കുന്നത് മരണമാസമാണ്. അവർ കൊണ്ടുവന്ന ഒരു ഹൈപ്പും അതിനെത്തിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല. സുരേഷ് കൃഷ്ണ, ഹാറ്റ്സ് ഓഫ് യു, നിങ്ങൾ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിജു സണ്ണി അഗെയിൻ അടിപൊളി. ബേസിൽ മാസ് കുറേ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല കേട്ടോ. ബേസിലിൻ്റെ കുറേ ക്രിഞ്ചൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ആയില്ല. ഞാനായിട്ട് കൂടുതൽ ഈ പടത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സുരേഷ് കൃഷ്ണയുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് പറയാമെന്നുണ്ടെങ്കിൽ, ഒരു സീരിയൽ കില്ലർ വരുന്നു. ഈ സീരിയൽ കില്ലർ ബേസിൽ ജോസഫ് ആണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നേരിൽ ബേസിൽ ജോസഫ് നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ സീരിയൽ കില്ലറിൻ്റെ ഒരു ക്രൈം സീനിലേക്ക് ബേസിൽ ജോസഫും അദ്ദേഹത്തിൻ്റെ കാമുകിയും അതേപോലെ സുരേഷ് കൃഷ്ണ, സിജു എന്നിവരെല്ലാം ഇൻവോൾവ് ആകുകയും അതിൻ്റെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും അവസാനം സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് മൊത്തത്തിൽ പറയുന്നത്. ബസൂക്കയിലും കുറേ ബസ്സുണ്ട്, മരണമാസിലും കുറേ ബസ്സുണ്ട്. ഈ ബസ്സിനെ കുറിച്ചിട്ട് പലരും പല കമൻറ്റുകളും പറയുന്നതായിട്ട് ഞാൻ കേട്ടു. പക്ഷെ ഞാനായിട്ട് ഒരു കമൻറ്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് പറഞ്ഞതിന് തന്നെ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ
മരണമാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാസ് അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ.